പിണറായി മുതൽ നരേന്ദ്രമോദി വരെ നമ്മുടെ മുമ്പിലില്ല. നമ്മളടങ്ങുന്ന സാധാരണ വ്യക്തിത്വങ്ങൾ മുതൽ ഈ ഭൂമിയിലെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ, ഇന്ത്യയിലെ, നമ്മുടെ വീട്ടിലോ നാട്ടിലോ കുടുംബത്തിലോ ഉള്ള ഒരു വ്യക്തിയും സ്വന്തമായ അധികാരവും പവറും അവനെ തന്നെ നിയന്ത്രിക്കാനുള്ള കഴിവും കൈകളിലുള്ളവരല്ല. എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് ആ അല്ലാഹുവിന്റെ മുമ്പിൽ വിഷയങ്ങൾ അവതരിപ്പിക്കണം, ആ അല്ലാഹുവിനെ കുറിച്ച് പറയണം. ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ചെറിയ സൂറകളിൽ ഒന്നാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ്. ഞാനും നിങ്ങളുമൊക്കെ എപ്പോഴും പാരായണം ചെയ്യാറുള്ള സൂറത്താണിത്. എനിക്ക് തോന്നുന്നു അത്ര ഗൗരവത്തോടു കൂടി ഓതുന്നവരല്ല നമ്മളത്. ഖുർആനിന്റെ 1/3 തുല്യമാണ്. സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം പാരായണം ചെയ്താൽ ഖുർആൻ മുഴുവൻ ഓതിയതിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഖുർആൻ 1 പ്രാവശ്യം ഓതിയതിന് തുല്യമാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അള്ളാഹുവിനെ കുറിച്ച് വിശദീകരിക്കുന്ന വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആനിന്റെ 1/3 അള്ളാഹുവിനെ കുറിച്ചുള്ള വർത്തമാനമാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ചർച്ചയാണ്, അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ച്, അവന്റെ അധികാരത്തെക്കുറിച്ച്, അവനും നമ്മളും തമ്മിലുള്ള കടപ്പാടുകളെ സംബന്ധിച്ച്, ബാധ്യതകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതാണ് ഖുർആനിന്റെ 1/3. ആ സൂറത്തിന്റെ തുടക്കത്തിലുള്ള പദം ഖുൽ, നീ പറയുക എന്നുള്ളതാണ്. മുസ്ലിം പറയണം, മുസ്ലിം സമുദായത്തിലെ വ്യക്തികൾ പറയണം, അതിലെ സംഘടനകൾ പറയണം, അതിന്റെ രാഷ്ട്രങ്ങൾ പറയണം, മുസ്ലിം ഉമ്മത്തിലെ ഓരോരുത്തരും പറയണം ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാകുന്നു, അല്ലാഹു ഏകനാകുന്നു, അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഞാൻ അതിന്റെയും വിശദാംശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇസ്ലാമിന്റെ വളരെ സ്വതന്ത്രമായ, വളരെ മനോഹരമായ, വിപ്ലവാത്മകമായ, ഉജ്ജ്വലമായ ആദർശവാക്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത്. അല്ലാഹുവല്ലാതെ ഇലാഹില്ല. നിങ്ങൾ തിരിച്ചറിയുക, അല്ലാഹുവിന്റെ ഇലാഹിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ജീവജാലങ്ങളോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളോ, സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ പശുവോ അല്ലെങ്കിൽ സിംഹമോ പന്നിയോ ഒന്നും കയറി വരുന്ന പ്രശ്നമില്ല. അവരാരും വന്നിട്ട് ഞാനാണ് ഇലാഹെന്ന് പറയില്ല. പിന്നെ ആരാണ് ഉലൂഹിയത്തിന്റെ വിഡ്ഢികേശം കിട്ടുക? ഞാനാണ് ഇലാഹ് എന്ന് പറയുക ആരായിരിക്കും? അത് മനുഷ്യനായിരിക്കും. അതിന്റെ അധികാര കേന്ദ്രങ്ങൾ, അതിന്റെ മതകേന്ദ്രങ്ങൾ, അതിന്റെ ഉദ്യോഗസ്ഥ കേന്ദ്രങ്ങൾ, അതിന്റെ പാർട്ടികൾ, സംഘടനകൾ, രാഷ്ട്രങ്ങൾ, സമൂഹങ്ങൾ ഒക്കെ പറയും ഞങ്ങളാണ് ഇലാഹ്. ഞങ്ങൾ പറയും. എന്താണ് ഇപ്പൊ ഈ ഇലാഹ് അംഗീകരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം? അള്ളാഹുവാണ് ഇലാഹ്. ഞാൻ എൻ്റെ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അതെന്തോ വിശ്വസിച്ചു പോകേണ്ട കാര്യ. ആ ഹെഡ് മാസ്റ്റർ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലെ സ്കൂളിലെ കാര്യങ്ങൾ നടക്കാൻ പാടുള്ളൂ. അതാണ് പറയുന്നതിന്റെ അർത്ഥം. ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന് വാർഡ് മെമ്പർമാർ പറഞ്ഞാൽ ആ പറയുന്നതിന്റെ അർത്ഥം എന്താ? പിന്നെ ഓരോരുത്തർക്ക് തോന്നിയതുപോലെ ചെയ്യാനാ? അല്ലല്ലോ. പഞ്ചായത്ത് പ്രസിഡന്റ് പറയും ഇന്ന കാര്യങ്ങളാണ് നടക്കേണ്ടത്, ഈ രീതിയിലാണ് നിങ്ങൾ നടത്തേണ്ടത്, അതിന് അംഗീകരിക്കുന്നതിനാണ് അത് പറയുക. നിങ്ങളുടെ ഒരു സ്ഥാപനത്തിന് ഒരു മുതലാളിയുണ്ട്, അതിന്റെ ഉടമസ്ഥനുണ്ട്. ആ ഉടമസ്ഥനുമായി നിങ്ങൾ കരാർ ചെയ്യും. തൊഴിലിന് കയറുമ്പോൾ ഈ മുതലാളി പറയുന്നതനുസരിച്ച്, ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ പറയുന്നതിന്റെ ക്രമമനുസരിച്ചായിരിക്കും ഞാൻ കാര്യങ്ങൾ ചെയ്യുക. ഇതിനാണല്ലോ ആ കരാർ നമ്മൾ പറയുന്നത്. എന്നതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളും അള്ളാഹു പറയുന്നത് മാത്രം അനുസരിച്ചായിരിക്കും. ഇതാണ് ഇലാഹ് എന്ന് സമ്മതിച്ചു കൊടുക്കുന്നതിന്റെ ഭാഗം. ആ ഉലൂഹി അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് പകരം വ്യക്തികൾ, സംഘടനകൾ, ഗ്രൂപ്പുകൾ, മതങ്ങൾ, പാർട്ടികൾ, ആശയങ്ങൾ, വ്യത്യസ്തമായ സംവിധാനങ്ങൾ, അവരെയൊക്കെ അംഗീകരിക്കുന്നതിനെയാണ് അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറയുന്നത്. വിശദാംശങ്ങൾ ആവശ്യമുള്ളതാണ്. പക്ഷെ ഞാൻ അതിന്റെ എല്ലാ ഉള്ളടക്കങ്ങളിലേക്കും കടന്നു പോകുന്നില്ല. മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാകുന്നു. എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് നബി, അള്ളാഹുവിന്റെ റസൂലാണ്. വളരെ സൂക്ഷിച്ചാണ് ഖുർആൻ ആ പദം പ്രയോഗിച്ചിട്ടുള്ളത്. ഹുവല്ലദീ അർസല റസൂലഹു. മുഹമ്മദ് നബിയെ അയച്ചത് തൊഴിലാളികളല്ല, മുതലാളികളല്ല, ഈഴവരല്ല, നായന്മാരല്ല, മുസ്ലിങ്ങളല്ല, ക്രിസ്ത്യാനികളല്ല, അറബികളല്ല, അമേരിക്കക്കാരല്ല. ആരാണ് ഈ റസൂലിനെ അയച്ചിട്ടുള്ളത്? ഏത് കുടുംബത്തിന്റെ പ്രതിനിധിയാണ് ഈ റസൂൽ? ഏത് വംശത്തിന്റെ പ്രതിനിധിയാണ് ഈ റസൂൽ? ഏത് മതത്തെയും ഏത് രാഷ്ട്രീയ പാർട്ടിയെയുമാണ് ഈ പ്രവാചകൻ പ്രതിനിധീകരിക്കുന്നത്? ഖുർആൻ അതിന് പറയുന്ന മറുപടി കേവലം ഒരു മതത്തിന്റെയും കേവലം ഒരു പാർട്ടിയുടെയും കേവലം ഒരു കുടുംബത്തിന്റെയും ദേശത്തിന്റെയും സമുദായത്തിന്റെയും വർഗങ്ങളുടെയും ജാതികളുടെയും പ്രവാചകനല്ല ഇത്. മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ദൂതനാകുന്നു ഈ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങളെ മനുഷ്യർക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടി കടന്നു വന്നിട്ടുള്ള നേതാവാണ്.
അതുകൊണ്ട് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി അവന്റെ ജനന മരണങ്ങൾക്കിടയിൽ അവൻ കടന്നു പോകുന്ന എല്ലാ കാര്യങ്ങളിലും അവന്റെ നേതാവ് ആരാണെന്ന് ചോദിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സത്യവിശ്വാസിയുടെ പിന്നെ വേറെ നേതാവ് ഉണ്ടാവരുത്. ഒരു കാര്യത്തിലും, മതകാര്യത്തിലും ഇല്ല, മതേതര കാര്യത്തിലും ഇല്ല, ഭൗതിക കാര്യങ്ങളും പാടില്ല, ദീനീ കാര്യങ്ങളിലും പാടില്ല. കുടുംബത്തിലും അങ്ങാടിയിലും നാട്ടിലും വീട്ടിലും പഞ്ചായത്തിലും പള്ളിയിലും പാർലമെന്റിലും പള്ളി ദർസിലും ഒക്കെ നിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിനെ അംഗീകരിച്ചവരെ നിങ്ങൾക്ക് നേതാവാക്കാം. റസൂലിനെ അംഗീകരിക്കാത്ത ഒരാളെയും ഒരു കാര്യത്തിലും നിങ്ങൾ നേതാവാക്കാൻ പാടില്ല. ഇത് വളരെ കൃത്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ അംഗീകരിച്ചവരെ മാത്രമേ ഒരു മുസ്ലിമിന് അവന്റെ അർത്ഥത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, പ്രവാചകനെ അനുസരിക്കുക. അല്ലാഹുവിന്റെയും റസൂലിന്റെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയുന്ന അമീറുമാരെ, അതിന്റെ നേതാക്കന്മാരെ നിങ്ങൾ അനുസരിക്കുക. അംരിമിങ്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെ നിങ്ങൾ അനുസരിക്കുക. ഒരു സത്യവിശ്വാസി ഒരു മുസ്ലിമിനെ അത് ഇതിൽ മാത്രമല്ല, എല്ലാത്തിലും കമ്മ്യൂണിസ്റ്റുകാരൻ ബി ജെ പി അനുസരിക്കാൻ പറ്റുമോ? ബി ജെ പിക്കാരൻ മുസ്ലിം ലീഗിന് അനുസരിക്കാൻ പറ്റുമോ? മുസ്ലിം ലീഗ് പോയിട്ട് കോൺഗ്രസിന് അനുസരിക്കാൻ പറ്റുമോ? ഒരിക്കലും നടക്കൂലല്ലോ. ഈടവരെ പോയിട്ട് നായന്മാരെ പറയണ അനുസരിച്ച്, നായന്മാര് പോയിട്ട് സവർണന്മാരെ പറയണ അനുസരിച്ച് ഒരിക്കലും ഭൗതികമായിട്ട് പോലും നമ്മൾ സംഭവിച്ചു കൊടുത്തിട്ടില്ല. പിന്നെങ്ങനെയാ മുഹമ്മദ് നബിയുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നേതാവാണെങ്കിൽ ആ പ്രവാചകനെയും അള്ളാഹുവിനെയും അംഗീകരിച്ചവരെ മാത്രമേ നിങ്ങൾ അനുസരിക്കാനും അംഗീകരിക്കാനും പാടുള്ളൂ. ആഗോളതലത്തിൽ മുതൽ പ്രാദേശിക തലങ്ങളിലടക്കം മുസ്ലിം സമുദായം ചിതറിത്തെറിച്ചിരിക്കുന്നു. ഞാനത് വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ആരെയൊക്കെയാണ് അനുസരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇതാ മുഹമ്മദ് നബിയാണ് എന്റെ റോൾ മോഡൽ, എന്റെ ഇലാഹ്, എന്റെ ആദർശത്തെ, എന്റെ ആശയത്തെ, എന്റെ ദർശനത്തെ, എന്റെ ജീവിത നിലപാടുകളെ കരുപ്പിടിപ്പിച്ചത് അള്ളാഹുവിന്റെ ഉലൂഹിയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതാണ് ഒരു സത്യവിശ്വാസി പ്രഖ്യാപിക്കേണ്ടത്. ആ അള്ളാഹുവിനെ കുറിച്ച് ധൈര്യപൂർവ്വം നിങ്ങൾ സംസാരിക്കണം. ഖുൽ, നിങ്ങൾ പറയുക. ഇവിടെ എല്ലാവരോടും പറയണോ? കമ്മ്യൂണിസ്റ്റുകാരനോട് പറയണം, കോൺഗ്രസ്സുകാരനോട് പറയണം, ബി ജെ പിയോട് പറയണം, ഈഴവരോടും നായരോടും പറയരോടും നമ്പൂതിരിയോടും ഒക്കെ നിങ്ങൾ പറയണം. ജാതിമത വ്യത്യാസമില്ലാതെ മനുഷ്യരോട് നിങ്ങൾ പറയണം അള്ളാഹു ഏകനാണ്. അതല്ല എന്നോട് ഞാൻ പറയല്ലോ. നമസ്കരിക്കണം, നോമ്പെടുക്കണം എന്ന് ഖുർആൻ പറയുമ്പോൾ നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്യുന്ന നമ്മൾ, അതേ ഖുർആനാണ് നമ്മളോട് പറയുന്നത്. ഇതാ അള്ളാഹുവിന്റെ ഉലൂഹിയത്തിനെ നിങ്ങൾ പ്രഖ്യാപിക്കുക. അള്ളാഹുവിന്റെ ഉലൂഹിയത്തിനെ നിങ്ങൾ പ്രഖ്യാപിക്കുക. അവൻ ജനിച്ചിട്ടുമില്ല, ജനിപ്പിക്കുന്നവനുമല്ല, ആരുടെ വാപ്പയല്ല, ആരുടെ മകനുമല്ല, ദൈവത്തിന് പുത്രന്മാരില്ല, ദൈവന്മാരുടെയും പിതാവുമല്ല. ഇത് നിങ്ങൾ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ, ഹുവൽ അവ്വലു വല്ലാഹിറു വല്ലാഖിറു വൽ ബാത്തിൻ, ആദ്യവും അവസാനവും അവനാണ്, ഉള്ളിലും പുറത്തും അവനാണ്. ഇതൊക്കെ ഇങ്ങനെ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ നിങ്ങൾ? ആദ്യവും അവസാനവും അവനാണ്, ഉള്ളിലും പുറത്തും അവനാണ് എന്നൊക്കെ എന്നെയും നിങ്ങളെയും അള്ളാഹുവിന്റെ സിഫത്തുകളാണത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് വിശിഷ്ടമായ നാമങ്ങളുണ്ട്, വളരെ മഹോന്നതമായ പേരുകളുണ്ട്. ആ പേരുപയോഗിച്ച് നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കണം, അതുപയോഗിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇങ്ങനെ അസ്മാഉൽ ഹുസ്ന നമ്മളെ പഠിപ്പിക്കാനുള്ള കാരണം എന്താ? ആദ്യം അവസാനവും നിയന്ത്രിക്കണമെന്നല്ല, ആദ്യത്തിലും അവസാനത്തിലും ഉള്ളത് അല്ല തന്നെയാണ്. അകത്തും പുറത്തും അള്ളാഹുവാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ പാർട്ടിക്ക്, നമ്മുടെ മതത്തിന്, നമ്മുടെ സംഘടനക്ക്, നമ്മുടെ ജാതിക്ക്, നമ്മുടെ സമുദായത്തിന്, നമ്മുടെ സമ്പത്തിന്, നമ്മുടെ പദവിക്ക്, നമ്മളുടെ കഴിവുകൾക്കൊക്കെ എന്തുണ്ട്? വലിയ കഴിവുകളും വലിയ അധികാരങ്ങളും അതുപയോഗിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ നടത്താൻ കഴിയുമെന്ന് തെറ്റിദ്ധരിക്കുന്നവനാണ് മനുഷ്യൻ. ഈ ധാരണ നികത്തുന്നതിനാണ് അള്ളാഹ് പറഞ്ഞത് ഹുവൽ അവ്വലു വല്ലാഖിർ. ആദ്യം അവസാനം അല്ല. പിണറായി നാട്ടിന്ന് പോവും, ഇന്നലല്ല, നാളെ ഉണ്ടാവില്ല. നരേന്ദ്രമോദി ഇന്നലല്ല, ഇനി നാളെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇല്ലാത്ത ഒന്ന്, നാളെ ഉണ്ടാകാത്ത ഒന്ന്, അതിന്റെയൊക്കെ പിന്നാലെ കൂടി നിങ്ങൾ ഇത് ഏതെങ്കിലും ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഉണ്ട്, റൊണാൾഡോയും മെസ്സിയും ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ ശാസ്ത്ര സാമ്പത്തിക കലാമേഖലകളിലൊക്കെയുള്ള വ്യക്തിത്വങ്ങളുണ്ട്. അവരാണ് ലോകം നിയന്ത്രിക്കുന്നത്. എല്ലാറ്റിലെയും ഹീറോമാർ അവരാണ്. അവരാണ് ഭൂമിയെടുത്ത് കൈ അമ്മാനമാടിക്കൊണ്ടിരിക്കുന്നത്. അവരില്ലെങ്കിൽ പിന്നെ എന്താണ് ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ.
നമ്മളെന്നാലോചിക്കും നമ്മുടെ വീട്ടിലൊക്കെ എനിക്കെന്തെങ്കിലും പറ്റിയാൽ പിന്നെ എൻ്റെ കുട്ടികളെ ഞാൻ എന്താ ചെയ്യുക, എൻ്റെ ഭാര്യ എന്താ, ഞാൻ ആ കാര്യം നടത്തുന്ന ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഹൻസാ റളിയല്ലാഹു അൻഹ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട കഥ പറയലുണ്ട്. മുഹമ്മദ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. അങ്ങനെ അവർ മദീനയിൽ നിന്ന് ഉഹദിലേക്ക് വരും. അള്ളാഹുവിന്റെ റസൂലിന് എന്ത് പറ്റി എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി വരുന്ന വഴിയിൽ യുദ്ധത്തിൽ നിന്ന് മടങ്ങുന്ന ആരോ അദ്ദേഹത്തെ അവരോട് വിശദീകരിച്ചു, നിങ്ങളുടെ വാപ്പ മരിച്ചു, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളൊക്കെ അല്ലാഹുവിൽ നിന്നാണല്ലോ, അല്ലാഹുവിലേക്കാണല്ലോ മടക്കം. വാപ്പ മരിച്ചു, പിന്നെ പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് മരിച്ചു, നിങ്ങളുടെ മക്കൾ മരിച്ചു. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംരക്ഷണത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഭർത്താവും വാപ്പയും മകനുമൊക്കെ മരണപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങളെ ആരാണ് സംരക്ഷിക്കുക എന്ന് സങ്കടത്തോടെ കൂടി ഇത് പറഞ്ഞ ആൾ ചോദിച്ചപ്പോൾ ഹൻസ മറുപടി നൽകി റളിയല്ലാഹു അൻഹ, എന്നെന്നും ഭക്ഷണം നൽകുന്നവൻ ജീവിച്ചിരിക്കുന്നു, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവർ തിരിച്ചുപോയിരിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നവനാണ് മരിച്ചത്, ഭക്ഷണം നൽകുന്നവനല്ല മരിച്ചത്. ഭക്ഷണം നൽകുന്നവൻ ഹയ്യുൽ ഖയ്യൂമാണ്, അവൻ റാസിഖാൻ, നിരന്തരമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവനാണ്. ഞാൻ പറയുന്നത് എല്ലാറ്റിന്റെയും അടിസ്ഥാനം അല്ലാഹുവും അള്ളാഹുവിന്റെ റസൂലും പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളുമാണ്. ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ പറയണം. ബാക്കി വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോണില്ല. ഖുൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, പ്രവാചകനെ കുറിച്ച് നിങ്ങൾ പറയണം. പ്രവാചകരെ താങ്കൾ പറയുക, ഞാൻ നിങ്ങളിലേക്ക് മുഴുവൻ വന്നവനാണ്. അങ്ങനെ പറയേണ്ട റസൂല് അതിലെ ഓരോ ഗ്രൂപ്പിന്റെ ആളായിട്ട് ഞങ്ങളാളാണ്, ഇന്ന പാർട്ടിന്റെ ആളാണ്, ഇന്ന സംഘടനയുടെ ആളാണ്, ഇന്ന ഗ്രൂപ്പിൽപ്പെട്ടവനാണ്, ഇന്ന മതത്തിൽപ്പെട്ടവനാണ്, ഇന്ന ജാതിയിൽപ്പെട്ടവനാണ്. ഇങ്ങനെയല്ലല്ലോ പ്രവാചകൻ പ്രഖ്യാപിക്കുന്നത്. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, മുഴുവൻ മനുഷ്യർക്കും വേണ്ടി വന്നിട്ടുള്ള ആളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാം മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. കമ്മ്യൂണിസ്റ്റുകാർക്കത് പറ്റും, BJP-ക്കാർക്കത് പറ്റും, RSSകാർക്കത് പറ്റും, നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും ഒക്കെ ഇത് പറ്റും. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും എല്ലാവർക്കും പറ്റുന്നതാണ് ദീൻ. അതിനുവേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ അതിന്റെ ആളല്ല. ഇത് പറയേണ്ട ഞാന് അതിന്റെ ആളായിട്ട് മാറോ? അത് സംഭവിക്കാൻ പാടില്ല. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഖുൽ ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം. ഒരു മുസ്ലിമിന്റെ മാർഗം. പല മാർഗങ്ങളുമുണ്ട് റോട്ടിൽ. അതിനെക്കുറിച്ച് ജമാഅത്തെ ഇസ്ലാമി ഈ ക്യാമ്പയിനിൽ വളരെ വ്യക്തമായി ഇസ്ലാം ആശയ സംവാദത്തിന്റെ അകത്തളങ്ങളിൽ 5 വിഷയങ്ങൾ വളരെ ഗൗരവത്തോടെ കൂടി ജമാഅത്തെ ഇസ്ലാമി ചർച്ചക്കെടുത്തിട്ടുണ്ട്. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമി പറയുന്ന വിഷയം ലിബറലിസം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സർവതന്ത്ര സ്വതന്ത്രവാദം, ഉദാരത, ഉദാരമനസ്കരെന്ന് നമ്മൾ പറയലുണ്ടല്ലോ. നന്നായിട്ട് സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകളെ കുറിച്ച് ആ ഉദാരമായ പെരുമാറ്റം എന്ന് നമ്മൾ പറയാ. ലിബറലിസം എന്ന് പറഞ്ഞാൽ അതാണ് സാധനം. ഭയങ്കര ഉദാരത. എവിടെയും പിടിച്ചുവെക്കലുകളോ നിയന്ത്രണങ്ങളോ പിശുക്കലുകളൊക്കെ ഒന്നുമില്ലാതെ വ്യക്തികൾക്ക് സർവതന്ത്ര സ്വാതന്ത്ര്യം നൽകുക. നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിക്കുക. എന്നെ നിയന്ത്രിക്കാൻ നിങ്ങളാരും വരേണ്ട കാര്യമില്ല. കാരണം ഉടലിന്റെ ഉടമസ്ഥൻ ഞാൻ തന്നെയാണ്. എന്റെ ഉടമസ്ഥൻ ഞാനാണ്. അല്ലാതെ അതിന്റെ മേലെ ഒരു പാർട്ടി, സംഘടന, മതം, അധികാരം, കേന്ദ്രം, ഉദ്യോഗസ്ഥൻ ഇതൊന്നും ഇടപെടേണ്ട കാര്യമില്ല. മനുഷ്യർക്ക്, അതിലെ അംഗങ്ങൾക്ക്, വ്യക്തികൾക്ക്, സമൂഹത്തിനല്ല, വ്യക്തികൾക്ക് അമിതമായ സ്വാതന്ത്ര്യം നൽകും. നമുക്ക് പ്രശ്നമൊന്നുമില്ല. കാര്യങ്ങൾ മൊത്തം അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിക്ക് എല്ലാ കാര്യത്തിലും സ്വാതന്ത്ര്യമുണ്ട്. എന്റെ കാര്യത്തിൽ എന്നെ ഞാനാണ് ഉണ്ടാക്കിയതെങ്കിൽ എന്റെ എല്ലാ കാര്യങ്ങളും ഞാനാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ എന്റെ കാര്യത്തിൽ നിങ്ങളാരും ഇടപെടേണ്ട കാര്യമില്ല, ഒരാളും ഇടപെടേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ നമ്മുടെ ഘടനയുള്ളത്. സൂറത്തുൽ കഹ്ഫിലെ ഒരായത്താണത്. ആകാശഭൂമികളൊന്നും സൃഷ്ടിക്കാൻ നിങ്ങളോട് നാം സമ്മതം വാങ്ങിയിട്ടില്ല, നിങ്ങളെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടില്ല. ഇവിടെ അറബിക്കടലുണ്ട്, പടിഞ്ഞാറ് കിഴക്ക് ബംഗാൾ ഉൾക്കടലുണ്ട്, താഴെ തെക്കാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രമുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് അറബികളെ വിളിച്ചു, ഇന്ത്യക്കാരെ വിളിച്ചു, അഫ്ഗാനെയും പാകിസ്ഥാനെയൊക്കെ വിളിച്ചു, അപ്പുറത്ത് കിടക്കുന്ന ജപ്പാനെയും തായ്ലാന്റിനെയും ബർമനെയൊക്കെ വിളിച്ചു. ഇതാ ബംഗാൾ ഉൾക്കടൽ ഉണ്ടാക്കാൻ പോകുന്നു, ഇന്ത്യൻ മഹാസമുദ്രം നിർമ്മിക്കാൻ പോകുന്നു, ഇപ്പുറത്ത് അറബിക്കടൽ ഉണ്ടാക്കാൻ പോകുന്നു. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? വേമ്പനാട്ട് കായലുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ കായലുണ്ടാക്കാൻ അള്ളാഹു ഇവിടുത്തെ ഏത് മുനിസിപ്പാലിറ്റിയോടും കോർപ്പറേഷനോടുമാണ് അനുമതി വാങ്ങിയിട്ടുള്ളത്. അന്റാർട്ടിക്കയും അതുപോലെ തന്നെ എവറസ്റ്റും ആൽപസ് പർവ്വതങ്ങളും ആമസോൺ വനങ്ങളും സഹാറ പോലത്തെ മരുഭൂമികളും അതുപോലെ തന്നെ അറ്റ്ലാന്റിക്കും പസഫിക്കും അടങ്ങുന്ന മഹാസമുദ്രങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയത് ആരാ? ഇതൊക്കെ ഉണ്ടാക്കാൻ അള്ളാഹു ആരോടാണ് സമ്മതം ചോദിച്ചത്? ആകാശഭൂമികളെ സൃഷ്ടിക്കാൻ നിങ്ങളോടാരോടും ഞാൻ സമ്മതം വാങ്ങിയിട്ടില്ല. അവിടെ അവസാനിപ്പിച്ചില്ല. അതിന്റെ ഉള്ളടക്കങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് ആലോചിച്ച് പോവാ. ഈ മഹാപ്രപഞ്ചവും അതിലെ മഹാസംവിധാനങ്ങളും അതൊക്കെ ഉണ്ടാക്കിയവൻ. ഒരു സിനിമ ഉണ്ടാവണമെങ്കിൽ മമ്മൂട്ടി മോഹൻലാലും വെറുതെ വന്നിട്ട് ഒരു സിനിമ ഉണ്ടാവില്ലല്ലോ. അതിനൊരു നിർമ്മാതാവ് വേണം,
അതിനൊരു സംവിധായകൻ വേണം. സംവിധായകനും നിർമ്മാതാവും ഇല്ലാതെ ഒരു സിനിമ ഉണ്ടാവില്ല. നല്ല ഒരു പാട്ട് നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ അത് എഴുതിയ ഒരാളുണ്ടാകും. കുറെ അക്ഷരങ്ങളും വാക്കുകളും വാചകങ്ങളും ഇൻസ്ട്രുമെന്റും ഒക്കെ കൂടിയിട്ട് സ്വയം പാട്ടായി രൂപപ്പെട്ടു എന്ന് നമ്മൾ ആരും പറയാറില്ല. കവിയെ കാണണമെന്നില്ല, കവിതയ്ക്ക് പിന്നിൽ കവിയുണ്ടെന്ന് മനസ്സിലാക്കാൻ എന്നതുപോലെ ഒരു സിനിമ കാണുന്നവനറിയാം അതിന് സംവിധായകൻ. നമ്മൾ കാണുമ്പോൾ മമ്മൂട്ടിനെ മോഹൻലാലിനെയൊക്കെ കുഞ്ഞാലിമരക്കാരും ബിഗിബിയൊക്കെ ആയിട്ട് കാണുള്ളൂ. പക്ഷെ അതിനൊരു സംവിധായകനും നിർമ്മാതാവുമുണ്ട് എന്നതുപോലെ ഈ മഹാപ്രപഞ്ചം അത്ഭുതങ്ങളുടെ കലവറയായ നമ്മളുടെ മനസ്സിനെയും മസ്തിഷ്കത്തിനെയും ഒരിക്കലും ഉത്തരം നൽകാത്ത രീതിയിൽ മഹാ ആഴങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന ഈ പ്രപഞ്ചം ആരാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്? കമ്മ്യൂണിസ്റ്റാ, ഫാസിസ്റ്റുകളാ, ക്യാപിറ്റലിസ്റ്റുകളാ, ലിബറലിസ്റ്റുകളാ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൂടിയിട്ടാ? ഇതാണ് അള്ളാഹ് പറയുന്നതിന്റെ അർത്ഥം. ഇതൊന്നും സൃഷ്ടിക്കാൻ നിങ്ങളോട് ആരോടും ഞാൻ അനുമതി വാങ്ങിയിട്ടില്ല. എന്നിട്ട് പറയുന്ന വലാ ഖൽഖലി അൻഫുസിഹിം, നിങ്ങളെ സൃഷ്ടിക്കാൻ തന്നെ നിങ്ങളോട് അനുമതി വാങ്ങിയിട്ടില്ല. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി, ഇന്ത്യയിലെ പവർഫുള്ളായ സ്ഥാപനമാണത്. നരേന്ദ്രമോദി ജനിക്കുന്നതിന്റെ മുമ്പ് അള്ള ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ കൊടുത്തു, എന്നാ പൂരിപ്പിച്ചോ. എന്നിട്ട് നിനക്ക് എവിടെയാണ് ജനിക്കേണ്ടത്, ആരാണ് അച്ഛനമ്മമാരായിട്ട് വരേണ്ടത്, ഏത് ഭാഷ സംസാരിക്കുന്നവരാണ് താങ്കൾക്ക് ആവേണ്ടത്, എവിടെയാണ് താങ്കൾക്ക് ജനിക്കേണ്ടത്, അതൊക്കെ താങ്കളൊന്ന് പൂരിപ്പിച്ച് താ. എന്നിട്ട് നിങ്ങളെ സമ്മതം അതിൽ ഒപ്പിടണം. ഞാനിതാ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്വയം എഴുതി ഒരു ഒപ്പിട്ടിട്ട് ഇങ്ങോട്ട് തരണം എന്ന് പറഞ്ഞിട്ട് ലോകത്തെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മുമ്പിൽ, കാരണം എന്നെ സൃഷ്ടിച്ചത് ഞാനല്ല, നമ്മുടെ മാതാപിതാക്കളെ സൃഷ്ടിച്ചത് നമ്മളല്ല. ഖുർആൻ സൂറത്തുൽ വാഖിയയിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അഫറഅയ്തും മാ തുംനൂൻ, നിങ്ങൾ വിസർജിക്കുന്ന ബീജങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരിത്തിരി ദ്രാവകം ഉണ്ടാവുക, ബീജം അണ്ടവും ചേർന്നിട്ടുള്ള ഈ മനുഷ്യൻ നരേന്ദ്രമോദി, മമ്മൂട്ടി, മോഹൻലാലും നമ്മളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഒരു ബീജവും ഒരണ്ടവും സംയോജിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഗർഭപാത്രത്തിൽ വെച്ച് ഈ ബീജവും അണ്ടവും ചേർന്ന ഒരു മനുഷ്യനുണ്ടാകുന്നു, അത്ഭുതകരമായ മനുഷ്യപ്പറവ ഉണ്ടാകുന്നു. ഈ ബീജത്തെ സൃഷ്ടിച്ചത് ആരാ? അൻതും തഖ്ലുഖൂനഹു, നിങ്ങളാണോടോ ഈ ബീജത്തെ സൃഷ്ടിച്ചത്? ഏത് ശാസ്ത്രമാണത്? ഏത് രാഷ്ട്രീയക്കാരനാണത്? ആരാണ് നിങ്ങൾ ഉണ്ടാകാൻ കാരണമായി തീർന്നിട്ടുള്ള ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്? ഒരാൾക്ക് ഒരു പങ്കില്ല. നമ്മുടെ മാതാപിതാക്കളെ തെരഞ്ഞെടുക്കാൻ നമുക്ക് സ്പേസ് ഇല്ല, ഫ്രീഡം ഇല്ല, ലിബറൽ ഇല്ല. നമ്മളുപ്പാനെ ഉമ്മാനെ നമ്മൾ തെരഞ്ഞെടുത്തതല്ല. അതുകൊണ്ട് ഇപ്പൊ ഇനി പുതിയ കാലത്ത് ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടർ വരുന്നുണ്ട്. എന്തും ചോദിക്കുന്ന ഒരു വിഭാഗം, ആരോട് വേണമെങ്കിലും എന്തും ചോദിക്കുക. വെറുതെ വന്നിട്ടാണ് ചോദിക്കുക പിണറായി എന്തിനാ മുഖ്യമന്ത്രിയായത്? ചോദ്യമാണല്ലോ. ഇപ്പൊ അങ്ങനെ ചോദിക്കുന്ന കാല. പിണറായി എന്തിനാ മുഖ്യമന്ത്രിയായത്? ഇന്നാക്കിക്കൂടായിരുന്നു? ഒരാൾക്ക് ചോദിക്കാവുന്നതാണ്. കാര്യകാരണ ബന്ധങ്ങളെയൊക്കെ മാറ്റിവെച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവരെ വന്നിട്ട് നമ്മളോട് ചോദിക്കുക, നമ്മുടെ വാപ്പാനോട് ചോദിക്കാലോ, അല്ല നിങ്ങൾ എന്തിനാ എന്റെ വാപ്പയായത്, നിങ്ങൾ എന്തിനാണ് എന്റെ ഉപ്പയായത്? നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? നമുക്ക് മറുത്തു പറയാം അങ്ങോട്ട്, നീ എന്തിനാണോ അസുരവിത്തെ എന്റെ മകനായത്? കാരണം ഞാൻ ആഗ്രഹിച്ചിട്ടല്ല ഈ ഉണ്ടായത്, നീ ആഗ്രഹിച്ചിട്ടല്ല നിന്റെ കയ്യിൽ ഞാനും വന്നിട്ടുള്ളത്. ഇതല്ലാതെ എന്താ ചെയ്യാ? നമുക്ക് ആഗ്രഹിച്ച മക്കളല്ല ഉണ്ടായിട്ടുള്ളത്, മക്കൾ ആഗ്രഹിച്ച മാതാപിതാക്കളല്ല ഉണ്ടായിട്ടുള്ളത്. ഉദ്ദേശിച്ച സ്ഥലങ്ങളിലും ഭാഷയിലും രൂപത്തിലും ഭാവത്തിലുമല്ല. ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല, ഇതൊക്കെ അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നാം മരണത്തെ വിധിച്ചിരിക്കുന്നു. അതിനെ അതിജീവിക്കാനും അതിനെ തോൽപ്പിക്കാനും കഴിയുന്ന ആരും നിങ്ങളുടെ കൂട്ടത്തിലില്ല. ഞാൻ പറയുന്നത്, നമ്മളങ്ങനെ ലിബറലായി ഫ്രീഡത്തോടു കൂടി എനിക്കെല്ലാറ്റിനും കഴിയും എന്ന അവകാശവാദങ്ങളുമായി മുന്നോട്ട് പോകാൻ മനുഷ്യന് സാധ്യമല്ല. നമ്മൾ ചില വരകൾക്കുള്ളിലാണ്. എന്റെ ജനന മരണങ്ങൾ എന്റെ നിയന്ത്രണത്തിലുള്ളതല്ല. ശരീരത്തിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനം അങ്ങനെ തന്നെയാണ്. ഓരോ 20 സെക്കൻഡിലും ഒരു തുള്ളി മൂത്രം അമോണിയ ഉണ്ടാക്കും നമ്മുടെ വൃക്കക്ക് പണി കൊടുത്തത് ആരാ? മതക്കാരും രാഷ്ട്രീയക്കാരും കൂടിയിട്ടാ. ഓരോ 1 മിനിറ്റിലും 3 തുള്ളി വെള്ളമുണ്ടാക്കും, 3 തുള്ളി അമോണിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ വൃക്കൾക്ക് നൽകിയിട്ടുള്ളത് ആരാണ് ആ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്? ഓരോ വാക്യങ്ങൾ ശരീരശാസ്ത്രം ഒന്ന് പഠിച്ചു നോക്കൊണ്ടോ, അത്ഭുതങ്ങളുടെ മഹാകലവറയാണത്. നമ്മുടെ ആമാശയുണ്ട്, ഓരോ 5 ദിവസം കൂടുമ്പോഴും അതിന്റെ തോല് മാറുന്നു. അതിന്റെ ഉള്ളിലൊരു തോലുണ്ട്, ആമാശയത്തിന്റെ ഉള്ളില്. 5 ദിവസം കൂടുമ്പോൾ നിരന്തരമായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുന്ന, കാരണം അത്രമാത്രം ദഹിപ്പിക്കുന്ന പണിയാണല്ലോ അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ പ്ലാസ്റ്റിക് കവർ പോലെ ഓരോ ദിവസവും അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 5 ദിവസം കൂടുമ്പോൾ അത് നിരന്തരമായി മാറ്റിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ 3 മാസം കൂടുമ്പോൾ കരള് മൊത്തത്തിൽ പുനർനിർമ്മിക്കും. ആദ്യമുള്ള കരള് പോയി പുതിയ കരളവിടെ വരും. അതൊരു പ്രക്രിയയാണ്. അതിന്റെ ഓരോ ഘട്ടത്തിലും ഇതിലൊന്നും നമുക്ക് പങ്കാളിത്തമില്ല. 1 വർഷം കൊണ്ട് 6 മാസം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ തോല് മുഴുവൻ മാറും. ചില പാമ്പുകളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഞങ്ങളുടെ നാട്ടിലൊക്കെ വള ഊരുക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ തോല് ഉപേക്ഷിച്ചിട്ട് പുതിയ തമ്മിൽ അത് പോവും. നമുക്കങ്ങനെയല്ല തന്നിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിൽ 6 മാസം കൂടുമ്പോൾ നമ്മളറിയാതെ തന്നെ ശരീരത്തിലെ തോല് മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. 6 മാസം കൂടുമ്പോൾ നമ്മുടെ അസ്ഥി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ആരാ വെച്ചത്? ഇതൊക്കെ ആരാ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിലൊക്കെ നിങ്ങൾക്ക് എന്താ പങ്കാണുള്ളത്? അപ്പൊ നമ്മൾ സ്വതന്ത്രരല്ല.
ഇപ്പൊ പറഞ്ഞിട്ട് വരെയാണ് എന്ത് മനുഷ്യൻ സ്വതന്ത്രനാണ്. ലിബറലിസം എന്നാന്ന് പറയാ. നമ്മുടെ സോഷ്യൽ മീഡിയയുടെ അകത്തളങ്ങളിലൂടെ, നെറ്റ്വർക്ക് സംവിധാനങ്ങളിലൂടെ വളരെ മാരകമായ 4-5 തരം പ്രവണതകൾ, ലിബറലിസം, അതുപോലെ തന്നെ യുക്തിവാദം, അതുപോലെ തന്നെ മാർക്സിസം, സർവമത സത്യവാദം, അതുപോലെ തന്നെ ഹദീസ് നിഷേധ പ്രവണതകൾ, ഇങ്ങനെ തുടങ്ങുന്ന മൗലികമായ നെറികേടുകൾ ഈ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളുടെ അകത്തളങ്ങളിലൂടെ അല്ലാതെ ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇതിന്റെ ഉള്ളിലാണുള്ളത്. പുതിയ തലമുറയെ, വിദ്യാർത്ഥികളും യുവതികളും യുവാക്കളും അടങ്ങുന്ന തലമുറയെ അപകടകരമായ രീതിയിൽ സ്വാധീനിക്കുന്നതിന് വേണ്ടി വളരെ ആഴത്തിലുള്ള പ്രചരണ പരിപാടികൾ ഈ സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഉള്ളിലായി വരുന്നത് ലിബറലിസം എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതൊക്കെ. ഇപ്പോൾ സ്കൂളിൽ, കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി സ്കൂളിൽ ജനറൽ ന്യൂട്രൽ എന്ന് പറഞ്ഞിട്ട്, ന്യൂട്രൽ എന്താണ്, ആണും പെണ്ണും ഒക്കെ ഒരേ വസ്ത്രം ധരിച്ചിട്ട് വരിക. ആണും പെണ്ണും ഒക്കെ ഒരേ വസ്ത്രം ധരിച്ചിട്ട് വരിക. പിന്നെ മറുഭാഗം എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാ. എങ്ങനെയാണെങ്കിലും ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നല്ലേ നമ്മളൊക്കെ പറയാനുള്ളത്. സഹോദരി സഹോദരന്മാരെ, ആദ്യം പെണ്ണിനെയാണ് പറയാ, പിന്നെ ആണുങ്ങളെ പറയാനുള്ളൂ. എല്ലാ ഭാഷയിലും മിക്കവാറും അങ്ങനെയാ. സഹോദരി സഹോദരന്മാരെ എന്ന് പറയാ. ശരിക്കും നടക്കേണ്ടത് എന്താ? ആ പെണ്ണുങ്ങളെ വേഷം ആണുങ്ങൾക്കാവാലോ. അതൊരിക്കലും നടക്കണില്ല. ആണുങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് പെൺകുട്ടികളെ മാറ്റിക്കൊണ്ടുവരിക എന്ന് പറയുന്ന പ്രക്രിയ. ആണുങ്ങളെ വേഷം എന്തപ്പോ പെണ്ണുങ്ങളെ വേഷം ആണുങ്ങൾ കിട്ടാല് സാരിയൊക്കെ കൊടുത്ത്, അതുപോലെ തന്നെ സൽവാറംഗം മീസൊക്കെ അണിഞ്ഞ് ഒരു പാവടയും കുപ്പായും ഒക്കെ ത്രൗക്കയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വരട്ടെ നമ്മുടെ ആണുങ്ങൾ. ആണുങ്ങൾക്ക് പെണ്ണിന്റെ വേഷം വേണ്ട. എന്താ നിങ്ങളുടെ കയ്യിലുള്ള ഫോർമുല? നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥ എന്താ? സദാചാര വ്യവസ്ഥ എന്താ? ധാർമ്മിക വ്യവസ്ഥ എന്താ? കുടുംബജീവിത സങ്കല്പം എന്താ? വ്യാവസായിക മാർക്കറ്റിംഗ് സിസ്റ്റങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പം എന്താ? മതത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ? ഇതൊന്നുമില്ല. എന്നിട്ട് ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുക. ഇതാണ് നിയോത്യസം. മാർക്സിസത്തിന്റെയും ഫാസിസത്തിന്റെയും ഉള്ളിൽ ഒരിഞ്ഞിരുന്ന് ഗോഡ്സേക്കും ഇസ്രായേലിനുമൊക്കെ വേണ്ടി വാദിക്കുന്ന ഒരു പുതിയ നിരീശ്വരവാദം കേരളത്തിന്റെ അകത്തലങ്ങളിൽ വിരിഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മൂന്നാമത്തത് സർവമത സത്യവാദം. അങ്ങനെ ഒരു സാധനമുണ്ട്. എല്ലാ മതവും ശരിയാണ്, എല്ലാ മതവും ശരിയാണ്. സംഘപരിവാറിനാണ് ഇത് വരുന്നത്. മുസ്ലിം ചെറുപ്പക്കാരടക്കം അത്തരം വ്യാഖ്യാനങ്ങൾ കേട്ട് വരുന്നുണ്ട്. ഖുർആൻ സർവമത സത്യവാദത്തെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ പുഴയും ഒഴുകി അവസാനം അറബിക്കടലിലോ ഉൾബംഗാൾ ഉൾക്കടലിലോ ആണ് ചേരുക. ഏത് മതവും ഒഴുകി ദൈവത്തിലെത്തും. ഈശ്വരനിൽ, അള്ളാഹുവിൽ, കർത്താവിലാണ് എത്തുക. നമുക്ക് അതിൽ സംശയമൊന്നുമില്ല. മുഹമ്മദ് നബിയും ഈസാ നബിയും മൂസാ നബിയും ചിലപ്പോൾ രാമനും കൃഷ്ണനും ബുദ്ധനും ജൈനനും ഒക്കെ സമുദ്രത്തിലേക്ക്, അള്ളാഹുലേക്ക് തന്നെയാണ് എത്തിയിട്ടുണ്ടാവുക. അത് വളരെ ക്ലിയറാണ്. പക്ഷെ ഇപ്പൊ പുറപ്പെടുന്ന പുഴകളുണ്ടല്ലോ, അത് സമുദ്രത്തിലെത്തില്ല. അതിനെ വഴിയിൽ കെട്ടിനിർത്തിയിരിക്കുന്നു. മതപൗരോഹിത്യങ്ങളും രാഷ്ട്രീയ പൗരോഹിത്യങ്ങളും ഉദ്യോഗസ്ഥന്മാരും കപടന്മാരും അക്രമികളും പുഴയിലേക്ക്, സമുദ്രത്തിലേക്ക് എത്തിച്ചേരേണ്ട പുഴകളെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അവിടെയും ഇവിടെയും കെട്ടിനിർത്തിയിട്ടുണ്ട്. അതിൽ മാലിന്യങ്ങൾ വിതറിയിട്ടുണ്ട്. വെള്ളത്തിന്റെ വിശുദ്ധി കെടുത്തിയിട്ടുണ്ട്. അതിന്റെ നൈർമല്യവും അതിന്റെ ജലത്തിന്റെ തണുപ്പും കുളിരും ഒക്കെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു അവർ. അതുകൊണ്ട് ഈ പുഴ മുഴുവൻ കടലിലെത്തും എന്ന് നമ്മൾ ധരിക്കേണ്ടതില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വാദമായിട്ട് നിങ്ങൾ വരണ്ട. രണ്ടാമത്തത് എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? കമ്മ്യൂണിസ്റ്റും ശരി, കോൺഗ്രസും ശരി, BJPയും ശരി, ലീഗും ശരി, RSPയും ശരി, തൃണമൂലും ശരി, SP ശരി, എല്ലാവരും ശരി. ഇതുള്ളപ്പോ ഈ പറയുന്നത് അങ്ങനെ ഒരു രസമുള്ള അർത്ഥം. അതെങ്ങനെ ശരിയാവുക? എല്ലാവരും ശരി, അങ്ങനെ ശരി ഉണ്ടാവില്ലല്ലോ. ഒന്നും കൂട്ടിയാൽ 2ഉം ശരി, 2.5ഉം ശരി, 3ഉം ശരി, 4ഉം ശരി, 6ഉം ശരി, 8ഉം ശരി. ഒന്നും കൂട്ടിയാൽ 2 കിട്ടൂ. അതാണ് അതിന്റെ ശരിയായ ഉത്തരം. അതിന് പകരം ഒന്നും കൂട്ടിയാൽ 3 എന്ന് പറയുന്നത്, 1.5 എന്ന് പറയുന്നത് തെറ്റാണ്. അത് തെറ്റാണെന്ന് പറയണം. സർവമത സത്യവാദത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞു നിന്ന് പൗരോഹിത്യങ്ങളും രാഷ്ട്രീയക്കാരും ഭീകരന്മാരും ഒക്കെ ഒരുക്കി ചേർത്തുകൊണ്ടിരിക്കുന്ന കാപട്യങ്ങൾ മുഴുവൻ ശരിയാണ്. അങ്ങനെ ഒരു സർവമത സത്യമല്ല. അതേസമയം മതങ്ങളെ പ്രബോധനം ചെയ്ത എല്ലാ പ്രവാചകന്മാരും പുണ്യപുരുഷന്മാരും അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ളവരാ. അവരെ നമ്മൾ വേറെ, അതുകൊണ്ട് ഈമാൻ കാര്യങ്ങൾ പറയുമ്പോൾ ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസുലിഹി. അള്ളാഹുവിൽ, വേദഗ്രന്ഥങ്ങളിൽ, പ്രവാചകന്മാരിൽ ഒക്കെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. നമുക്ക് ഈസാ നബിയിൽ വിശ്വാസമുണ്ട്. ഈസാ നബിയിൽ യഹൂദന്മാർ വിശ്വസിക്കുന്നില്ല. ഈസാ നബിയുടെ ആളുകൾ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്നില്ല. മുഹമ്മദ് നബി ഈസാ നബിയിലും യൂസഫ് നബിയിലും മൂസാ നബിയിലും വിശ്വസിക്കുന്നു. നമുക്കതിന്റെ മുമ്പ് രാമനും കൃഷ്ണനും ബുദ്ധനും ജൈനനും ഒക്കെ പ്രവാചകന്മാരാണെങ്കിൽ അവരെയൊന്നും വിശ്വസിക്കാൻ നമുക്ക് മടിയില്ല. കാരണം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും. പക്ഷെ ഒരു മാനദണ്ഡമുണ്ട്. അതെന്താ? ഖുർആനിനെ വെച്ചാണ്. ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ ആണ് അവർ പറയുന്നതെങ്കിൽ അംഗീകരിക്കും. ഖുർആനിന് വിരുദ്ധമാണ് അവർ അവതരിപ്പിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. കാരണം ഖുർആൻ ഫുർഖാനാണ്. കാര്യങ്ങളെ വെച്ചേതിച്ചറിയാനുള്ള ഫുർഖാൻ,
വകതിരിച്ച് മനസ്സിലാക്കുന്നതിന്, സത്യവും അസത്യവും ശരിയും തെറ്റും മനസ്സിലാക്കുന്നതിനുള്ള ഉരക്കല്ലാണ് പരിശുദ്ധ ഖുർആൻ. അപ്പൊ ഖുർആനിൽ പറഞ്ഞ കാര്യം ഹൈന്ദവ വേദത്തിലുണ്ട്, ബൈബിളിലുണ്ട്, ക്രിസ്ത്യാനിയുടെ വേദത്തിലുണ്ട്, ഉണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. ഖുർആന് വിരുദ്ധമാണെങ്കിൽ അത് പൗരോഹിത്യ നിർമ്മിതിയാണ്, രാഷ്ട്രീയക്കാർ കൊണ്ടുവന്നതാണ്. അധികാര കേന്ദ്രങ്ങളും സാമ്പത്തിക താല്പര്യങ്ങൾ ആഗ്രഹിക്കുന്നവരും വേണ്ടാധീനങ്ങൾ ദൈവത്തിന്റെ ചെലവിൽ എഴുതി വെച്ചതാണ്. അങ്ങനെ പരിശോധിച്ചുകൊണ്ട് ഖുർആൻ അംഗീകരിച്ചതിന് അംഗീകരിച്ചു കൊടുക്കും, ഖുർആൻ അംഗീകരിക്കാത്തതിന് നിരാകരിക്കും. അതുകൊണ്ട് സർവമത സത്യവാദം എന്ന് പറയുന്ന സുന്ദരമായ RSSന് രക്ഷപ്പെടാം, നാർക്കോട്ടിക് ബിഷപ്പിനെ രക്ഷപ്പെടാം, അതുപോലെ തന്നെ ക്യാപിറ്റലിസത്തിനും മുതലാളിത്തത്തിനും ഒക്കെ രക്ഷപ്പെടാം. കാരണം സർവമത സത്യത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇവര് നിൽക്കുന്നുണ്ട്. ഇമാതിരി കള്ളനാണയങ്ങളെ അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല എന്നാണ് പറയുന്നത്. ഒന്നും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. അവസാനം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഹദീസ് നിഷേധ പ്രവണതകൾ. എന്തിനാണ് ഹദീസ്? ഖുർആൻ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. അങ്ങനെ ഒരു വാദം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹദീസിൽ ദുർബലമായ കാര്യങ്ങളുണ്ട്, ദുർബല ഹദീസുകളുണ്ട്. പല്ലിയെ കൊന്നാൽ പള്ളിയുടെ കൂലി, അപ്പൊ പിന്നെ പള്ളി ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ, പല്ലിനെ കൊന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഹദീസ് വായിച്ചിട്ട് ആയിക്കോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ നമ്മൾക്ക് ഇവരോട് പറയാനുള്ളത് എന്താ? ഇപ്പോ എന്താ പറയാം, വ്യാജ ഡോക്ടർമാരുണ്ട്, യഥാർത്ഥ ബിരുദമൊന്നും കിട്ടാത്ത ഡോക്ടർമാര് ഉണ്ട് എന്ന് വിചാരിക്കുക. നമുക്ക് രോഗം നമ്മളെന്താ ചെയ്യുക? വ്യാജ ഡോക്ടർ ഉണ്ടെന്ന് കരുതിയിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് പോകാതിരിക്കുമോ? ഇല്ലല്ലോ, ശരിയായ ഡോക്ടറുടെ അടുത്തേക്ക് നമ്മൾ പോവും. കള്ളനാണയങ്ങളുണ്ട്, വ്യാജ സ്വർണ്ണുണ്ട്, അതുകൊണ്ട് നമ്മൾ സ്വർണം വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ? യഥാർത്ഥ പൈസ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ? വ്യാജങ്ങളെ തിരിച്ചറിയാനുള്ള വഴി നമ്മൾ വേറെ എടുക്കണം. ഹദീസിൽ വ്യാജങ്ങളുണ്ടെങ്കിൽ ഹദീസിലെ വ്യാജങ്ങളെ തിരുത്താൻ ഹദീസ് പണ്ഡിതന്മാര് തന്നെ, ലിബറലുകളും നിരീശ്വരവാദികളും വരേണ്ടതില്ല. ഹദീസിന്റെ പണ്ഡിതന്മാര് തന്നെ ഹദീസിന്റെ പവറിനെ കുറിച്ച്, അതിന്റെ കരുത്തിനെ കുറിച്ച്, അതിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് വേർതിരിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ, ഖുർആൻ ഉൾക്കൊള്ളുന്ന ആശയത്തിന് വിരുദ്ധമാണ് ഹദീസിൽ വരുന്നതെങ്കിൽ പിന്നെ അത് എടുക്കേണ്ട കാര്യമില്ല. കാരണം ഖുർആൻ പറഞ്ഞതാണ് ശരി, ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളെ പിന്തുണക്കുന്നതാണ് ഹദീസെങ്കിൽ, ഞാൻ പറഞ്ഞത് ഹദീസ് പണ്ഡിതന്മാര് തന്നെ. പിന്നെ ഇതിന്റെ മറ്റൊരു അർത്ഥം എന്താ? ഹദീസിനെ നിരാകരിച്ചാൽ പിന്നെന്താ? അത്തിയുള്ളാഹ, നിങ്ങൾ അള്ളാഹ്നനുസരിക്കണം. അള്ളാഹ്നനുസരിക്കാൻ തന്നെ ഖുർആൻ അനുസരിക്കണം. വാത്തിയോ റസൂല, റസൂലിനെയും അനുസരിക്കണം. ആരാണ് റസൂൽ? മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാന ഖുലുഖുഹു അൽ ഖുർആൻ, ഖുർആനിന്റെ വിശദീകരണമാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ 23 വർഷത്തെ ജീവിതം ഖുർആനിന്റെ വിശദീകരണമാണ്. അധ്യാപകൻ വേണ്ട, ടെക്സ്റ്റ് പുസ്തകം മതി എന്ന് പറയുന്നത് പോലെയാണിത്. പുസ്തകം കിട്ടിയാൽ മതി, ഉസ്താദ് ആവശ്യമില്ല, ഞങ്ങൾ പുസ്തകം നോക്കി പഠിച്ചോളാം. അങ്ങനെ ഒരു പുസ്തകവും ആർക്കും പഠിക്കാൻ പറ്റില്ല. ഖുർആനിന്റെ വിശദീകരണമാണ് ഹദീസ്. ഹദീസിനെ ഇതിന്റെ പിന്നിലുള്ള സൂത്രം എന്താണെന്ന് അറിയോ നിങ്ങൾ? ഹദീസിനെ നിരാകരിച്ചാൽ, ഹദീസ് വേണ്ടെന്ന് പറഞ്ഞാൽ, ഹദീസ് രേഖപ്പെടുത്തപ്പെട്ട അതേ മാർഗത്തിൽ തന്നെയാണ് ഖുർആനും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഹദീസിനെ പൊളിച്ചാൽ ഖുർആനിനെ പൊളിക്കാൻ എളുപ്പമാണ് എന്ന് ഈ നിഗൂഢവാദികൾ, ആശയവും ദർശനവും ഇല്ലാത്ത കപടന്മാർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആദ്യം ഹദീസിനെ പൊളിക്കുക. ഇത് നമ്മൾ തിരിച്ചറിയണം. ഹദീസില് കൊള്ളരുതാത്ത ബുദ്ധിക്ക് യുക്തിക്ക് നിരക്കാത്തുണ്ടെങ്കിൽ അത് ഖുർആനെ വെച്ചിട്ട് വേറെ മനസ്സിലാക്കണം. ഇമാതിരി പ്രവണ. പിന്നെ ഫെമിനിസം ഒക്കെ ഉണ്ട്, ആണും പെണ്ണും ഒക്കെ തുല്യരാണെന്ന് പറഞ്ഞിട്ട് അതൊരിക്കലും ഉണ്ടാവില്ല. വാപ്പ മരത്ത് എന്താണ്, അമ്മഞ്ഞ് മരത്ത് കയറട്ടെ, തെങ്ങേ കയറട്ടെ, അപ്പൻ ചുടട്ടെ, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പൻ ചുടുന്നതിനേക്കാളാണ് നല്ലത് അമ്മ തന്നെയാണ് അപ്പൻ ചുടാൻ നല്ലത്. എന്നിട്ട് അപ്പൻ കയറിയിട്ട് തെങ്ങമ്മ കയറിക്കോട്ടെ. രണ്ടുപേരുടെയും ശാരീരിക, ജൈവിക, കായിക ഘടനകളൊക്കെ അല്ല അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ എന്തിനാണ് നമ്മൾ അതിനെ ഇങ്ങനെ അറുത്തുമുറിച്ച് മാറ്റേണ്ട കാര്യം? വളരെ അപകടകരമായ തോതിലുള്ള ഇമാതിരി കുറെ വാദങ്ങൾ സാമൂഹിക അന്തരീക്ഷത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരം വാദങ്ങളുടെ മുഴുവൻ അടിസ്ഥാനങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ കാര്യങ്ങൾ പറയണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാം ആശയ സംവാദത്തിന്റെ സൗഹൃദ നാളുകൾ എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനവും നിരന്തരമായ ചർച്ചയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിന് അതിന്റെ എല്ലാ പൂർണ്ണതയിലും സമഗ്രതയിലും സമ്പൂർണതയിലും ഖുർആനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കാര്യത്തെയും ഒരിഞ്ച് പോലും വിട്ടുവീഴ്ച ചെയ്യാൻ ജമാഅത്തെ ഇസ്ലാമി സന്നദ്ധമല്ല. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് എന്താണോ അത് മാത്രമായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ക്യാപിറ്റലിസമോ, കമ്മ്യൂണിസമോ, ഫാഷിസമോ, ലിബറലിസമോ, നിരീശ്വരവാദമോ ആരെങ്കിലും വന്നിട്ട് അവരുടെ താന്തോന്നിത്തരങ്ങൾ പറയുമ്പോൾ അതിനെ പിൻപറ്റേണ്ട ബാധ്യത നമുക്കില്ല. അള്ളാഹുവിന്റെ ദീനിനെ പ്രതിനിധീകരിക്കുക സൗമ്യതയോടെ, ശാന്തതയോടെ, സമാധാനത്തോടെ, സത്യസന്ധതയോടെ അള്ളാഹുവിന്റെ ദീനിനെ അവതരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതിനെ നിങ്ങൾക്ക് പഠിക്കാം, അതിന്റെ പ്രവർത്തകരെ നിങ്ങൾക്ക് വിശകലനം ചെയ്യാം, അവരുടെ പുസ്തകങ്ങളെ നിങ്ങൾക്ക് വായിക്കാം, അവരുടെ പ്രഭാഷണങ്ങളെ നിങ്ങൾക്ക് കേൾക്കാം. വർഗീയതയും സാമുദായികതയും ജാതീയതയും
കലാപവും കള്ളക്കച്ചവടവും കൈക്കൂലിയും ഒക്കെ പറയുന്ന വിഭാഗമാണോ ജമാഅത്തെ ഇസ്ലാമി? അതല്ല, സ്നേഹം, സാഹോദര്യം, സൗഹാർദ്ദം, സംവാദങ്ങൾ, സംഭാഷണങ്ങൾ, ഈ രീതിയിലാണ് ഇസ്ലാമിക പ്രസ്ഥാനം പോകുന്നതെങ്കിൽ അതിനെയും നിങ്ങൾ പഠനത്തിന് വിധേയമാക്കണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇത്രയും സമയം എന്റെ വാക്കുകളെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാം ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ അഭിവാദ്യങ്ങളും സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.